ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പയർ, നമുക്ക് എല്ലാവർക്കും അറിയാം പയർ അല്ലെങ്കിൽ അച്ചിങ്ങ എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു തോരൻ. അതിന് ഞാനിവിടെ പയർ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ കൂട്ടത്തിൽ തന്നെ സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു സവോളയും ഞാൻ 1/4 കിലോ പയറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരിഞ്ഞ് വെച്ചതാണ്. ഒരു സവോള ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുൻപ് തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യുന്നത്. തേങ്ങയും നമുക്കിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടിയാണ്. ഇത് ചുവന്ന കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ അതൊരു 3/4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്, ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നീട് ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കടുക് താളിക്കാനായിട്ട് കടുകും ജീരകവും ഇട്ടിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഞാനിവിടെ മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പയറും ഉള്ളിയും തേങ്ങയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പയറിൻ്റെ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കൈവെള്ളം കുടയുക എന്ന് പറയും. വളരെ കുറച്ച് 1-2 സ്പൂൺ വെള്ളം. ഇപ്പം ഞാൻ ഇവിടെ ഈ എടുത്തിരിക്കുന്ന പാത്രത്തിൽ ഏകദേശം ഇതൊരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് കൈവെള്ളം കുടയുക എന്നൊക്കെ നാട്ടിൻപുറത്തും ഒക്കെ ആയിട്ട് പറയുന്ന അത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കിനും പയറാണ് പെട്ടെന്ന് വേവും, ഉള്ളിയും നന്നായിട്ട് പെട്ടെന്ന് വേവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേക്കിനും ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തോരനും റെഡിയാവും. ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തോരൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. നേരെ മറിച്ച് ഇതൊക്കെ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ഇതിൻ്റെ ഗുണവും പോവും, അതുപോലെ തന്നെ ടേസ്റ്റും ഇത് മാറും. ഇതിപ്പോൾ ആവിയിൽ കടന്ന് വേവുമ്പം നല്ലൊരു ടേസ്റ്റും ഇതിൻ്റെ ഗുണം ഒന്നും പോകാതെ തന്നെ നമുക്ക് കിട്ടും. ഇത് നാടൻ പയറാണ്, നമുക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന നാടൻ പയറാണ്. ഇതിനെ വള്ളിപ്പയറെന്ന് പറയും, അച്ചിങ്ങ എന്ന് പറയും. അപ്പോൾ ഈ പയർ ഏറ്റവും ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്ന കുറേ ഇതിനകത്ത് വൈറ്റമിൻസും ഒക്കെ ഇതിനകത്ത് ധാരാളമുണ്ട്. നമുക്ക് ചീരയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഫുഡിൽ ഈ പയർ തോരനും വളരെ ഹെൽത്തിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. കൂടാതെ ഇതുപോലെ തന്നെ കാര്യം വെള്ളത്തിലിട്ട് വേവിക്കാതെ ഇങ്ങനെ ചെയ്യുക. എന്നാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ആവിയിൽ സിമ്മിലിട്ടിട്ട് നമ്മുടെ ഫ്ലെയിമിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം നമ്മൾ കൈവെള്ളം കുടഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം വേവിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നടുക്കിങ്ങനെ മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഈ ഭാഗത്ത് കുടഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ കൈക്കുമ്പിളിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടയുക. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലാതെ വെള്ളത്തിലിട്ട് വേവിക്കരുത്. ഇതിപ്പം 5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ പയർ തോരൻ എനിക്കിവിടെ റെഡിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. എല്ലാ തോരനും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് അല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ. ഒപ്പം ഈ തോരൻ വളരെ രുചിയായിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വളരെയേറെ ഇഷ്ടമാണ്. പിന്നെ ഒരു ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഞാനിതിൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ച് ഇതിനകത്തിട്ട് നമ്മൾ ഈ തേങ്ങ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ച് ഇതിൻ്റെ കൂടെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ്, ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഈ തോരൻ ഇങ്ങനെ തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റിനെക്കാട്ടിലും ഇങ്ങനെ കുറച്ചും കൂടി എനിക്ക്
ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തയ്യാറാക്കി, നിങ്ങൾക്ക് വെളുത്തുള്ളി യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.